എന്താണ് ശരിക്കുമുള്ള പ്രതികാരം എന്നറിയോ? നമുക്ക് ചുറ്റും നമ്മളെ വേദനിപ്പിക്കാനും നമ്മളെ ഇൻസൾട്ട് ചെയ്യാനും കളിയാക്കാനൊക്കെ പലരും ഉണ്ടാവും. അപ്പോൾ അവർ ഈ ചെയ്യുന്ന സമയത്ത് ആ സമയത്തിന് സ്പോട്ടിൽ അതിനുള്ള പ്രതികാരം ചെയ്യാന്നുള്ളത് ഒരിക്കലും ഒരു നല്ലൊരു തീരുമാനമല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളും അവരും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. നമ്മൾ അവർ പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ഉള്ളിൽ വെച്ച് അതൊരു മോട്ടിവേഷനായിട്ട് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊരു ഗോൾ ഉണ്ടാവും. ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് നമ്മളെ ലൈഫ് സെറ്റ് ആവുന്ന ഒരു ടൈമുണ്ട്. നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ സ്വപ്നങ്ങൾ എന്താണോ അത് നമുക്ക് നേടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ സമയത്തൊന്നും അവർ നമ്മളെ വേദനിപ്പിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യുന്ന സമയത്തൊന്നും നമ്മൾ അതിനെ പ്രതികരിക്കാൻ പോകാതെ നമ്മൾ സക്സസ് ആവുന്ന ഒരു സമയത്ത് ഈ പറഞ്ഞവരെല്ലാവരും നമ്മളെ അടുത്തേക്ക് വരുന്നൊരു ദിവസം ഉണ്ടാവും. ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ആ സമയത്ത് അവർക്ക് കൊടുക്കുന്ന ഒരു ചെറു പുഞ്ചിരിയായിരിക്കണം നമ്മുടെ പ്രതികാരം എന്ന് പറയുന്നത്. അല്ലാതെ അവർ നമ്മളെന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ തിരിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യാസമില്ല നമ്മളും അവരും തമ്മിൽ. നമ്മൾ ഒരിക്കലും രക്ഷപ്പെടാനും പോകുന്നില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉള്ളിൽ ഒതുക്കി നമ്മൾ നമ്മുടേതായിട്ടുള്ള വഴിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു നാൾ രക്ഷപ്പെടുകയും ചെയ്യും. അതുപോലെ നമ്മളെ കളിയാക്കിയവർ നമുക്ക് വേണ്ടി കൈയടിക്കുന്ന ഒരു ദിവസം വരും. ആ സമയത്ത് അവർക്കൊരു ചെറു പുഞ്ചിരി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രതികാരം എന്ന് പറയുന്നത്. കൂടുതൽ വീഡിയോസിനായി പേജ് ഫോളോ ചെയ്യാം.